എല്ലാവർക്കും ഒരു കാണി കാണിച്ചു തരാവേ. എൻ്റെ റൗഡിപ്പൻ കണ്ടോ അവിടെ നിന്ന് തുള്ളുന്നേ. കഴിക്കാൻ ചോറെടുത്തുകൊണ്ട് വന്നേക്കുവാണ്. അന്നേരം റൗഡിക്ക് ക്ഷമയില്ല. റൗഡി ഇങ്ങനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. പക്ഷേ അത് പാവത്താനാണ്. അത് പാവം ഇരിക്കുക. ഇത് ടിപ്പു, അത് പപ്പു. ഞാൻ ഇത് റൗഡി, അത് പാവത്താനെന്ന് വിളിക്കും. അതിന് ചോറും കൊണ്ട് വന്നാലും അനക്കമില്ല, ഒന്നുമില്ല. കൊടുത്താൽ തിന്നും. ഇല്ലേ, അത് കൊടുത്താൽ തിന്നുന്നതും പതുക്കെ സ്ലോയിലേ തിന്നുള്ളൂ. ഇത് അങ്ങോട്ട് കൊടുത്താൽ മതി. കണ്ടോ, അവന് ക്ഷമയില്ല. അങ്ങനെ കണ്ടോ കാണിക്കുന്നത്. ഇതൊന്നുമല്ല, ആദ്യത്തെ വീഡിയോ പിടിക്കാൻ പറ്റില്ല. അവിടുന്ന് ചോറ് അടുക്കളയിൽ നിന്ന് എടുക്കാൻ തുടങ്ങുമ്പം തന്നെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം. ശകലം ഇടുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടോണം. കണ്ടോ, ആർത്തിയോടെ തിന്നുള്ളൂ. പതുക്കെ തിന്നാൻ അറിയത്തില്ല. അതേസമയം പാവത്താൻ വേണ്ടേ. പാവത്താൻ എന്ത് ചെയ്യും? പാവത്തിനെ കാണാൻ പറ്റുന്നില്ല. കണ്ടോ, അനക്കമില്ല, അനങ്ങാതിരിക്കും. അത് കൊടുത്താൽ മാത്രമേ തിന്നുള്ളൂ. ഓക്കെ, വേണ്ട. ഇനി എൻ്റെ പാവത്താൻകൂട്ടനെ കൊടുക്കാം. എൻ്റെ പാവത്താൻകൂട്ടൻ എന്നാ പൊന്നു വന്നേ. ഇതിൻ്റെയൊക്കെ ഇതിവിടെ തുണി ഇട്ടിട്ടുണ്ട്. രാത്രിയാണ്, അത് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത്. പൊന്നു തന്നെ കണ്ടോ, ചോറിട്ടാൽ പോലും വരികയില്ല. നമ്മൾ വിളിച്ച് ഇനി പൊന്നുമോൻ തിന്നെന്നൊക്കെ പറഞ്ഞാലേ അവൻ തിന്നുള്ളൂ. ചക്കരക്കുളം തിന്നോ പൊന്നു തിന്നോ. ഉണ്ടോ തിന്നുന്നത് നോക്കി. തെളിച്ചമില്ല. പകൽ വീഡിയോയിൽ നല്ല വൃത്തിയായിട്ട് കാണിക്കാം. പതുക്കെ തിന്നുള്ളൂ. കണ്ടോ അവന് റൗഡിപ്പം തിന്ന് തീരാറായി. റൗഡിയുടെ തീരാറായി. റൗഡിക്ക് പതുക്കെ തിന്നാനൊന്നും അറിയത്തില്ല. അവനിങ്ങനെ ആർത്തിയോടെ തിന്നെ. എല്ലാ കാര്യവും അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. മോൻ തിന്നോ, പൊന്നുമോൻ തിന്നോ. ഇവനോട് പൊന്നുമോൻ തിന്നൊക്കെ എന്ന് പറഞ്ഞാൽ സോപ്പിട്ടൊക്കെ ഇരിക്കുകയാണ്. വലിയ ഇഷ്ടമാണ്. റൗഡിപ്പിനോട് പിന്നെ ആരും ഒന്നും പറയണ്ട. അവൻ്റെ വയറ് നിറഞ്ഞാൽ മതി. എന്നാ കൊടുത്താലും തിന്നുകയും ചെയ്തോളൂ. ഇവന് ആവശ്യമില്ലാത്തതും തിന്നുകയില്ല. അവന് ഇഷ്ടമുള്ള സാധനമല്ലാതെ വേറൊന്നും തിന്നുകയില്ല. റൗഡിപ്പിന് എന്ത് കൊടുത്താലും തിന്നും. റൗഡിപ്പിൻ്റെ ചോറ് തീർന്നു. അപ്പം ഇതിനകത്ത് ചീനച്ചട്ടി കുറച്ച് ചോറ് കൂടി ഇരിപ്പുണ്ട്. അവിടെ ഞാൻ കൊടുക്കട്ടെ. ഓക്കെ, ബൈ.